അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അൽഹംദുലില്ലാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 212 കംപ്ലീറ്റ് ചെയ്തത്. 213 ആയത്ത് കുറച്ചൊരു വലിയ നീളം കൂടിയ ഒരു ആയത്താണ്. ഒരുപാട് വിശദീകരണമൊന്നുമില്ല, പെട്ടെന്ന് നിർത്താം. പക്ഷെ ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട, എന്നാൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം നമ്മളുടെ ആരുടെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ പറിച്ചു കളയേണ്ട ഒരു, എന്താ പറയാ, ശരിക്കും കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായിട്ടുള്ള ഒരു ആയത്താണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് നോക്കാം. 213. كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم فهدى الله الذين آمنوا لما اختلفوا فيه من الحق بإذنه والله يهدي من يشاء إلى صراط مستقيم. മനുഷ്യർ ഒരേ സമുദായമായിരുന്നു. അങ്ങനെ സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായി അള്ളാഹു നബിമാരെ നിയോഗിച്ച് അയച്ചു. അവരോടൊപ്പം യഥാർത്ഥവുമായി വേദഗ്രന്ഥവും അവൻ അവതരിപ്പിച്ചു. മനുഷ്യർ യാതൊന്നിൽ ഭിന്ന അഭിപ്രായത്തിലായോ അതിൽ അവർക്കിടയിൽ അത് വിധി കൽപ്പിക്കുവാൻ വേണ്ടി. അത് നൽകപ്പെട്ടവരല്ലാതെ അതിൽ ഭിന്നാഭിപ്രായത്തിലായില്ലതാനും. അതെ, അവർക്ക് വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷം അവർക്കിടയിലുള്ള സ്പർദ്ധ അഥവാ ധിക്കാരം നിമിത്തം. അപ്പോൾ യാതൊന്നിൽ അവർ ഭിന്നാഭിപ്രായത്തിലായോ ആ യാഥാർത്ഥ്യത്തിലേക്ക് തന്റെ അനുമതി പ്രകാരം അള്ളാഹു വിശ്വസിച്ചവർക്ക് മാർഗദർശനം നൽകി. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നേരെ, അതായത് ചൊവ്വായ പാതയിലേക്ക് മാർഗദർശനം നൽകുന്നതാണ്. വാക്കർത്ഥം നോക്കാം. ഖാന ആയിരുന്നു, അന്നാസ് മനുഷ്യർ, ഉമ്മതൻ സമുദായം, ജനത, ഹംസ മീം മീം, വാഹിദതൻ ഒന്ന്, ഒരേ ഒറ്റ സമുദായം എന്നുള്ള അർത്ഥം. ഫബഅസ അങ്ങനെ അയച്ചു, ബ ഐൻ സ, അല്ലാഹു അന്നബിയീന നബിമാരെ, നൂൻ ബ ഹംസ, ഓക്കെ, മുബശ്ശിരീന സന്തോഷവാർത്ത അറിയിക്കുന്നവർ, ബ ഷീൻ റ, വമുൻദിരീന താക്കീത് നൽകുന്നവർ, മുന്നറിയിപ്പ് നൽകുന്നവരും ആയിട്ട്, നൂൻ ദ റ. വ അൻസല അവൻ ഇറക്കുകയും ചെയ്തു, നൂൻ സൈലാം, മഅഹും അവരോടൊപ്പം, അൽ കിതാബ വേദഗ്രന്ഥത്തെ, ബിൽ ഹഖി സത്യത്തോടുകൂടി, ഹ ഖാഫ് ഖാഫ്. ഇതൊക്കെ അറിയാവുന്ന റൂട്ടാട്ടോ, എല്ലാം ഒന്നും ഞാൻ എഴുതിയില്ല, എല്ലാം അറിയാവുന്ന റൂട്ടുകൾ തന്നെയാണ്, പുതിയതൊന്നും ഇല്ല ഇതിനകത്ത്. ലിയഹ്കുമ അത് വിധി കൽപ്പിക്കാനായിട്ട്, ഹ കാഫ് മീം, ബൈനന്നാസി മനുഷ്യരുടെ ഇടയിൽ, ബൈന ഇടയിൽ, അന്നാസ് മനുഷ്യർ, ഫീമ യാതൊന്നിൽ, ഇഖ്തലഫു അവർ ഭിന്നിച്ച, ഖ ലാം ഫ, ഫീഹി അതിൽ, വമഖ്തലഫ ഭിന്നിച്ചിട്ടില്ല, സെയിം റൂട്ട്, ഫീഹി അതിൽ, ഇല്ല അല്ലാതെ, അല്ലദീന യാതൊരുവർ, ഊതൂഹു ഹംസതായ അവർക്കത് നൽകപ്പെട്ടു, മിം ബഅദി ശേഷം, മാ ജാഅത്ഹും അവർക്ക് വന്നു കിട്ടിയതിന്റെ, അൽ ബയ്യിനാത്ത് വ്യക്തമായ തെളിവുകൾ. ബയ്യിനാത്ത് ഇപ്പൊ കഴിഞ്ഞ കുറെ ആയത്തുകളിൽ വന്നതുകൊണ്ടാണ് റൂട്ട് ഇടാതിരുന്നത്. ബഗയൻ സ്പർദ്ധ കാരണത്താൽ, ഓക്കെ, ബ ഐൻ യ, ബൈനഹും അവർ തമ്മിലുള്ള, ഫഹദ അങ്ങനെ മാർഗദർശനം നൽകി, ഹദ ഹിദായയുടെ സെയിം റൂട്ട്, ഹദാലിയ, അള്ളാഹു അല്ലദീന ആമനു വിശ്വസിച്ചവർക്ക്, ഹംസ മീം നൂൻ, ലിമ യാതൊന്നിലേക്ക്, ഇഖ്തലഫു അവർ ഭിന്നിച്ച,
സെയിം റൂട്ടാണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഖാലാം ഫ ഫീഹി അതിൽ യഥാർത്ഥത്തിൽ നിന്നും ബിഇദ്നിഹി അവന്റെ സമ്മതപ്രകാരം അവന്റെ കൽപ്പന പ്രകാരം ഹംസ നൂൻ വല്ലാഹു അല്ലാഹു യഹ്ദി മാർഗദർശനം നൽകുന്നു മയ്യശാഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇലാ സിറാത്തിൻ പാതയിലേക്ക് മുസ്തഖീം ചൊവ്വായ ഖാഫ് വാവ് മീം. ഓക്കെ, കുറച്ചധികം വാക്കുകൾ ഉണ്ടെന്നേ ഉള്ളൂ. ഒന്നും തന്നെ പുതിയ വാക്കല്ല. ഒന്ന് ബഗയെന്നുള്ള വാക്കായിരിക്കും ഒരു വളരെ അധികം കേട്ടിട്ടില്ലാത്തതായിട്ട് വരുന്നത്, പക്ഷെ അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള വാക്ക് തന്നെയാണ്. ഓക്കെ, നമുക്ക് തഫ്സീർ നോക്കാം. കാനന്നാസു ഉമ്മത വാഹിദതൻ, മനുഷ്യരാശി എന്തായിരുന്നു? ഒരിക്കല് ഒരു സമുദായമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഉമ്മത്തായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു ആയത്തില് മനുഷ്യന്റെ ചരിത്രത്തിനെ കുറിച്ച് ഒരു ബ്രീഫ് പറയാണ്, ഒരു ഷോർട്ടായിട്ട് അള്ളാഹ് പറയാണ്. കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ കണ്ടിരുന്നു അല്ലെ, വിശ്വാസികള് അവരുടെ ഫോക്കസ് എന്താണ്? ആഖിറയാണ്. അതുകൊണ്ട് തന്നെ അവര് ഈ ലോകത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നേ ഇല്ല അല്ലെ. അവര് യഷ്രീ നഫ്സഹു നമ്മൾ കണ്ടു, അവർ സ്വന്തത്തിനെ വിറ്റിട്ടും അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി അതികഠിനമായി അധ്വാനിക്കുന്നവരാണ്. അവര് ദുനിയാവിന്റെ പ്രയോജനങ്ങളോ നോക്കുന്നേ ഇല്ല. പക്ഷേ ദുനിയാവിൽ ഫോക്കസ് ആയിട്ടുള്ള ആളുകൾ എന്താ ചെയ്യുക? ഈ പറഞ്ഞ ആളുകളെ പരിഹസിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. അപ്പം ഇത്തരത്തില് പലതരത്തിലുള്ള ആളുകൾ ഉണ്ടായി അല്ലെ. അപ്പം അള്ളാഹു പറയാണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ഡിവിഷൻ ആളുകളുടെ ഇടയിൽ ഉണ്ടായതെന്ന്. വിശ്വസിക്കുന്നവർ ഒരു കൂട്ടര്, വിശ്വസിക്കാത്തവർ അല്ലെ, ലോകത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർ ഒരു കൂട്ടര്, പരലോകത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർ ഒരു കൂട്ടര്. ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് അള്ളാഹു പറഞ്ഞു തരാണ് ഈ ആയത്തിലൂടെ. നമ്മള് പിന്നോട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ അല്ലെ, ഒരുപാട് മതങ്ങളാണ്. നമുക്കറിയാം ഹക്ക് ഒന്നേ ഉള്ളൂ, സത്യം ഒന്നേ ഉള്ളൂ, അള്ളാഹു ഒന്നേ ഉള്ളൂ, ദീൻ ഒന്നേ ഉള്ളൂ എന്നൊക്കെ നമുക്കറിയാം. അള്ളാഹുവാണ് മനുഷ്യന്മാരെയൊക്കെ സൃഷ്ടിച്ചതെന്നും അള്ളാഹ്ക്കറിയാം. എന്നിട്ട് എങ്ങനെയാണ് ഇത്രയും അധികമായിട്ടുള്ളത് അല്ലെ? സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ പലതവണ ചിന്തിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഉത്തരവുള്ളതാണ്. നമുക്കൊക്കെ നമ്മുടെ പഠനങ്ങളിലൂടെയൊക്കെ നമുക്ക് അതിന്റെ ഉത്തരം മനസ്സിലാക്കിയ ആൾക്കാരാണ്. അപ്പം ആ ഒരു കാര്യത്തിനെ സമ്മറൈസ് ചെയ്ത് പറയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു ആയത്തില്. ഖാനന്നാസ് മനുഷ്യർ ആയിരുന്നു, എല്ലാ മനുഷ്യന്മാരും, അന്നാസ് ഓക്കെ, എല്ലാവരും ആയിരുന്നു എന്ത്? ഉമ്മതൻ വാഹിദതൻ, ഒരു ജനത, ഒരു നേഷൻ ആയിരുന്നു, ഒരു ഉമ്മത്തായിരുന്നു. സുബ്ഹാനല്ലാഹ്, എന്താണ് ഒരു ഉമ്മത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? എല്ലാവരും ഒരേ മതത്തിലായിരുന്നു. എപ്പോ? തുടക്കത്തില് ആദ്യത്തെ മനുഷ്യനാരാ? ആദം അലൈഹിസ്സലാം അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ അള്ളാഹുവിന്റെ അള്ളാഹു സൃഷ്ടിച്ച് അല്ലെ, അള്ളാഹു തന്നെ ഭൂമിയിലേക്ക് അയച്ച് നിനക്ക് ഹിദായത്ത് വരും എന്ന് അള്ളാഹു പറഞ്ഞയച്ചിട്ടുള്ള വ്യക്തിയാണ് ആദം അലൈഹിസ്സലാം. ഫഇമ്മായതിയന്നകും മിന്നി ഹുദൻ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അതല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാമാണ്. ആദം അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഹിദായത്ത് വരുന്നു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല ഹിദായത്ത് അയച്ചിട്ടുണ്ട്. ആദം അലൈഹിസ്സലാം ഹിദായത്തിൽ തന്നെ ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ അതുപോലെ തന്നെ ആദ്യത്തെ ജനതകളെല്ലാം, ആദ്യത്തെ മനുഷ്യരും എന്തായിരുന്നു? ഈ ഒരു സത്യത്തിൽ, ഈ ഒരു ഹക്കില് ഒന്നിച്ചു നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അവര് യുണൈറ്റഡ് ആയിരുന്നു. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചേ? കുറച്ച് കൂടി അല്ലെ, ആളുകളുടെ എണ്ണം കൂടി, പോപ്പുലേഷൻ വർദ്ധിച്ചു. അപ്പം എന്ത് വർദ്ധിച്ചു? ഡിഫറൻസസ്, വ്യത്യാസങ്ങള്. ഓരോ ആളും വേറെ വേറെ വ്യക്തിത്വങ്ങളാണ് അല്ലെ. ഓരോ ആൾക്കാരുടെ ചിന്തയും വ്യത്യസ്തമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ തന്നെ ചിന്തകൾ മാറുമ്പം അഭിപ്രായങ്ങള് മാറി തുടങ്ങും. അങ്ങനെ ഈ അഭിപ്രായ വ്യത്യാസങ്ങള് ഉണ്ടായി തുടങ്ങി. മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലെ. എവിടെയാണെങ്കിലും പോപ്പുലേഷൻ കുറവാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അഭിപ്രായങ്ങളേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്തോറും, ആൾക്കാരുടെ വെറൈറ്റീസ് കൂടുന്തോറും ചിന്തകൾ വ്യത്യാസപ്പെടും, അഭിപ്രായങ്ങൾ വ്യത്യാസപ്പെടും, അഭിപ്രായ വ്യത്യാസങ്ങളും വർദ്ധിക്കും. സുബ്ഹാനല്ലാഹ്. നമുക്കൊരു ചെറിയ കുടുംബത്തിൽ ഒരു പക്ഷേ നമ്മൾ ഉമ്മയും വാപ്പയും ഒരു 4-5 മക്കളും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലെ. വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകും. പിന്നെ ഈ മക്കളൊക്കെ കല്യാണമൊക്കെ കഴിച്ച് അവരുടെ ഭർത്താക്കന്മാരും അവരുടെ മക്കളും അങ്ങനെയൊക്കെ ആവുമ്പം
അഭിപ്രായ വ്യത്യാസങ്ങൾ മെല്ലെ മെല്ലെ വന്നു തുടങ്ങും അല്ലെ. ഇനി ഒന്നുമില്ലെങ്കിലും മക്കളതെല്ലാം മക്കൾ പറയും മൂപ്പര് പറഞ്ഞിട്ടാ അല്ലെങ്കിൽ മോൻ പറഞ്ഞിട്ടാ എന്ന് പറഞ്ഞിട്ട് പുതിയ അഭിപ്രായങ്ങൾ വരും, അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങും. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടായി തുടങ്ങുമ്പം വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവർ ഭയങ്കര യൂണിറ്റി ആയിരിക്കും, ഒരേ ആദർശമായിരിക്കും, ആനയായിരിക്കും ചേനയായിരിക്കും. പിന്നെ ഈ പാർട്ടിയിലേക്ക് ആളുകളുടെ എണ്ണം കൂടി കൂടി വരുമ്പം അഭിപ്രായങ്ങൾ കൂടുതൽ വരും, അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടും, പൊട്ടലാവും, പിളരലാവും, ഭിന്നിക്കലാവും. അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം എണ്ണം കൂടുന്തോറും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ അങ്ങനെയാ സൃഷ്ടിച്ചിട്ടുള്ളത്, വ്യത്യസ്തങ്ങളായിട്ട്. അപ്പം അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കൂടും. അപ്പം അതേപോലെ കാനന്നാസു ഉമ്മതൻ വാഹിദതൻ, ആദ്യം എന്തായിരുന്നു? ഒരൊറ്റ മതമായിരുന്നു, ഒറ്റ ജനതയായിരുന്നു. പിന്നീട് അവര് എന്തായി? ഡീവിയേറ്റ് ചെയ്യാൻ തുടങ്ങി, ആൾക്കാരുടെ എണ്ണം കൂടി തുടങ്ങി, അവര് ഡീവിയേറ്റ് ചെയ്യാൻ തുടങ്ങി, ഡിഫറൻസസ് ഉണ്ടായി തുടങ്ങി. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും വന്നു തുടങ്ങിയപ്പം ആളുകൾക്ക് ശരിയായ, ആദ്യം നമ്മൾ പറഞ്ഞു ഒരു ഹക്കിന്റെ മേലെ എല്ലാവരും ഒന്നിച്ചായിരുന്നു. ഇങ്ങനെ അഭിപ്രായങ്ങളും ആൾക്കാരുടെ വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞപ്പം ആൾക്കാർക്ക് ഹക്ക് മെല്ലെ ക്ലാരിറ്റി കുറഞ്ഞു തുടങ്ങി അല്ലെ. ചില സംശയങ്ങൾ, കാരണം ഇവരിങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നുള്ള കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾ വന്നു തുടങ്ങി. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല, ഹിദായത്തിന്റെ ഉത്തരവാദിത്തം അള്ളാഹുവിന്റെ മേലെയാണ് അല്ലെ. എപ്പോഴും ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം കേട്ടോ. പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് നമ്മളുടെ മേലാണ് ഹിദായത്തിന്റെ ഉത്തരവാദിത്വം. അത്രക്ക് നമ്മൾ മറ്റു പലരെയും തിരുത്താൻ ശ്രമിക്കാറുണ്ട്. എല്ലാവരുടെയും ഹിദായത്തിന്റെ ഉത്തരവാദിത്വം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മേലെയാണ്. അപ്പം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മേലെ ഹിദായത്തിന്റെ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? ആളുകൾ ഇങ്ങനെ സ്പ്ലിറ്റായി അല്ലെ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് അള്ളാഹു എന്ത് ചെയ്തു? അള്ളാഹു, അപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? അള്ളാഹു അയച്ചു. ആരെ? അന്നബീന, നബിമാരെ അല്ലെ. നബീന്റെ പ്ലൂറലാണ് നൂൻ ബ ഹംസ. നബ നമുക്കറിയാം, വൃത്താന്തം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ്, അതാണ് നബ എന്ന് പറയുന്നത്. നബി എന്ന് പറഞ്ഞാല് ആളുകളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ്, വൃത്താന്തം അറിയിക്കുന്ന ആൾ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരെ അയച്ചു. ഇനി ഈ നബിമാരെ ആരായിരുന്നു? അവരെങ്ങനെയാ വന്നേ? മുബശ്ശിരീന വ മുൻദിരീൻ. മുബശ്ശിരീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുബശ്ശിറിന്റെ പ്ലൂറലാണ്, മുൻദിരീൻ എന്ന് പറഞ്ഞാല് മുൻദിറിന്റെ പ്ലൂറലാണ്. ഓക്കെ. മുബഷിർ എന്ന് പറഞ്ഞാല് ബഷാറ തരുന്ന ആൾ. ബഷാറ ബഷീൻ റ, നല്ല വാർത്ത, ഗുഡ് ന്യൂസ്. വബഷിരില്ലദീന ആമനു നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം നബിമാരായിരുന്നു? മുബശ്ശിരീനായിരുന്നു. അവർ ആളുകൾക്ക് നല്ല വാർത്ത അറിയിച്ചു. എന്താ നല്ല വാർത്ത? സന്തോഷ വാർത്തയെ അറിയിച്ചത്, പ്രതിഫലത്തിന്റെ സന്തോഷ വാർത്ത അല്ലെ. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഹക്കിനെ പിന്തുടരുകയാണെങ്കിൽ ആണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ പരസ്പരം നല്ല നിലയിൽ വർത്തിച്ചാൽ നിങ്ങൾക്ക് വലിയൊരു പ്രതിഫലം അവിടെ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ് അവിടെ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നത്? അങ്ങനെ സന്തോഷ വാർത്ത അവര് അറിയിക്കുന്നവരായിരുന്നു. അതേസമയം അവര് മുൻതിരീനും കൂടെയായിരുന്നു. മുൻതിരീൻ എന്താണ്? ഇൻദാർ ചെയ്യുന്നവര്. ഇൻദാർ എന്നുള്ള വാക്ക് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അല്ലെ. അൻദർതഹും അം ലം തുൻദിർഹും അല്ലെ. ഇൻദാർ എന്ന് പറഞ്ഞാല് വാണിംഗ് കൊടുക്കുക, മുന്നറിയിപ്പ്, താക്കീത് കൊടുക്കുക. അപ്പം നബിമാര് വാണിംഗ് കൊടുക്കുന്നവരും സന്തോഷ വാർത്ത അറിയിക്കുന്നവരുമായിട്ട് വന്നവരാണ് അല്ലെ. അപ്പം എന്ത് വാണിംഗാ കൊടുത്തത്? നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ തിന്മകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതാ നിങ്ങൾക്ക് ഇന്ന മോശ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അല്ലെ. ഇന്ന ശിക്ഷ നിങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം പ്രവാചകന്മാര് അല്ലെങ്കിൽ നബിമാര് അവരെന്താണ്? സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു, മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. വ അൻസല, അവൻ ഇറക്കി, മഅഹും അവരുടെ കൂടെ. ആരുടെ കൂടെ? നബിമാരുടെ കൂടെ. അൽ കിതാബ്, ഗ്രന്ഥം. സുബ്ഹാനല്ലാഹ്. ബിൽ ഹഖ്, സത്യത്തില്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറും നബിമാരെ അയക്കുക മാത്രമല്ല ചെയ്തത്, അതിന്റെ കൂടെ ഹക്കോട് കൂടി ഗ്രന്ഥങ്ങളും അയച്ചിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പോ ആളുകൾക്ക് അതിനെ ഫോളോ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി എന്തിനാ ആളുകൾക്ക് ഗ്രന്ഥങ്ങൾ അയച്ചത്? ലിയഹ്കും, അത് വിധി നിർണയിക്കാൻ വേണ്ടിയിട്ട്, ബൈനന്നാസ്, ആളുകളുടെ ഇടയിൽ, ഫീമ, യാതൊന്നിൽ, ഇഖ്തലഫൂ ഫീ, അവര് ഭിന്നാഭിപ്രായത്തിലായിരുന്നു. അപ്പൊ അവര് എന്ത് കാര്യത്തിൽ ഭിന്നാഭിപ്രായത്തിലായിരുന്നോ അതില് അവർക്ക് വിധി നിർണയത്തിന് വേണ്ടിയിട്ട്. ഓക്കെ. ഇഖ്തലഫു
ഖ ലാം ഫ. ഇഖ്തിലാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ. അപ്പം നബിമാര് സന്തോഷ വാർത്ത അറിയിക്കുന്നവർ, മുന്നറിയിപ്പ് കൊടുക്കുന്നവരുമായിട്ട് ഇറക്കി. പക്ഷെ നമുക്കറിയാം നബിമാര് അല്ലെ, അവര് സാധാരണ മനുഷ്യന്മാരാണ്. സുബ്ഹാനല്ലാഹ്. അതായത് അവരുടെ ജീവിതത്തിന് ഒരു അവസാനം ഉണ്ട് അല്ലെ, ലിമിറ്റഡ് ആണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരില്ല. അപ്പൊ അവര് മരിച്ചു പോവും. അതിനുശേഷം എന്ത് വേണം? എന്ത് നോക്കിയിട്ടാണ് ആളുകൾക്ക് ജഡ്ജ്മെന്റ് കിട്ടുക, വിധികൾ കിട്ടുക? ഈ ഗ്രന്ഥം നോക്കിയിട്ട് അല്ലെ. നബിമാര് ഉള്ള സമയത്താണെങ്കിൽ പോലും അവർക്ക് ഗ്രന്ഥം ഒരു റെഫറൻസ് ആണ്. നബിമാര് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗ്രന്ഥങ്ങളാണ് ആളുകളുടെ ഇടയിൽ വിധി പറയാനുള്ളത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയ ഈ ഗ്രന്ഥങ്ങൾ അത് ശരിയും തെറ്റും എന്താണെന്ന് പറയുന്നവയായിരുന്നു. അപ്പം നബിമാരെന്താ ചെയ്യുന്നത്? ഈ ഗ്രന്ഥത്തിലുള്ളത് ആളുകളിലേക്ക് അറിയിച്ചു കൊടുക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത് അല്ലെ. അതിനെ വിശദീകരിച്ചു കൊടുക്കുകയാണ് നബിമാര് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കാര്യങ്ങൾ നിർണയിച്ചിരുന്നത് അല്ലെ, സത്യാസത്യം വിവേചിച്ചിരുന്നത് ആരാണ്? ഗ്രന്ഥങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ഇതാണ് ശരി, ഇതാണ് തെറ്റ്. ലിയഹ്കുമ ബൈനന്നാസി ഫീമ ഇഖ്തലഫു ഫീ. അതായത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല ഗ്രന്ഥങ്ങളെ മാനദണ്ഡങ്ങളായിട്ട്, ഫുർഖാനായിട്ട് അയച്ചു അല്ലെ. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യാസത്യ വിവേചനം, ശരിയും തെറ്റും വിവേചിച്ചറിയാനുള്ള ആ ഒരു സ്കെയില്, റെഫറൻസ് ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഗ്രന്ഥങ്ങളെ അയച്ചു. ഇപ്പോഴും ഇന്നും അല്ലെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, എന്താ ശരി എന്താ തെറ്റ് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെ, ഇത് ശരിയാണോ അത് തെറ്റാണോ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടാ പോവാ? ഖുർആനിലേക്ക് തിരിയും അല്ലെ. അതാണ് നമ്മളുടെ ഫുർഖാൻ, സത്യാസത്യ വിവേചനം. മുമ്പും തൗറാത്ത് ഉണ്ടായിരുന്ന കാലത്ത് അള്ളാഹു സുബ്ഹാനഹു തആല തൗറാത്തിനെ എന്തായിട്ടാണ്? ഫുർഖാനായിട്ടാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത് അല്ലെ. നമ്മൾ ബഖറയിൽ തന്നെ കണ്ടിട്ടുണ്ട്, തൗറാത്തിനെ അള്ളാഹു സുബ്ഹാനഹു തആല ഫുർഖാനായിട്ടാണ് ഇറക്കിയത് എന്നുള്ള കാര്യം. അപ്പോ ഗ്രന്ഥങ്ങള് അള്ളാഹു സുബ്ഹാനഹു തആല അയച്ചു. അങ്ങനെ ആളുകൾക്ക് ബുക്കുകൾ കിട്ടി. സുബ്ഹാനല്ലാഹ്. അവര് അവർക്ക് നബിമാരെ ഒക്കെ അയച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഈ ബുക്കിൽ വിശ്വസിച്ചവര് പോലും അതിനകത്ത് അഭിപ്രായ വ്യത്യാസക്കാരായി. അവര് ആ ഗ്രന്ഥത്തിൽ വിശ്വസിച്ചവര് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ഇന്നും അല്ലെ ഖുർആൻ, നമ്മളെല്ലാവരും ഖുർആനിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഒരേ ഖുർആൻ, ഒരു ഹർക്കത്തിന് പോലും വ്യത്യാസം ഇല്ലാണ്ട് അല്ലെ, ഒരേ ഭാഷയിൽ. കാരണം മറ്റു ഗ്രന്ഥങ്ങളൊക്കെ പല ഭാഷകളിൽ വായിക്കപ്പെടുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ ഖുർആൻ എന്ന് പറയുന്നത് അതേ ഭാഷയിൽ ഒരു ഹർക്കത്തിന് വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലോ ഒരുപാട് അഭിപ്രായങ്ങളാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇതേ ഖുർആനെ ഫോളോ ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ ഒരു ഗ്രൂപ്പ് ഈ അഭിപ്രായത്തിനെ ഫോളോ ചെയ്യുമ്പോൾ വേറൊരു ഗ്രൂപ്പ് വേറൊരു അഭിപ്രായത്തിനെയാണ് സപ്പോർട്ട് ചെയ്യുക. സുബ്ഹാനല്ലാഹ്. എന്നാൽ അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായമായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരേ വിശ്വാസം, ഒരേ ബുക്കിനെ ഫോളോ ചെയ്യുന്നവരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി തുടങ്ങി. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഒരു കാര്യം മനസ്സിൽ വെക്കേണ്ടത്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പം, അതും ഒരേ ബുക്കിൽ നിന്ന് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പം, പല വ്യത്യാസങ്ങളും ഈ ബുക്കിന്റെ വിശാലത കൂടെ കാരണമാണ്. സുബ്ഹാനല്ലാഹ്. ഈ ബുക്കിന്റെ അർത്ഥവ്യാപ്തി കൊണ്ടും കൂടെ വരുന്നതാണ്. അതായത് ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് വരുമ്പം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പറയുമ്പം, അതിന്റെ അർത്ഥം എല്ലാ അഭിപ്രായങ്ങളും തെറ്റാണ്, ഒരു അഭിപ്രായം മാത്രം ശരിയാണെന്ന് ആവണമെന്നില്ല. ഓക്കെ. ഒരിക്കലും ഞാൻ ചെയ്യുന്നത് മാത്രം ശരിയാണ്, ബാക്കി എല്ലാ മുസ്ലിങ്ങളും ചെയ്യുന്നത് തെറ്റാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്ത്? രണ്ടും ശരിയാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഒരു വിശാലത ഈ ഗ്രന്ഥത്തിനുണ്ട്. അപ്പം അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു മേജർ ഷെയർ അതിന്റെ ഖുർആന്റെ വിശാലത കൊണ്ട് കൂടിയാണെന്ന് മനസ്സിലാക്കുക. ഒരു കുഞ്ഞുദാഹരണം നമ്മൾ കഴിഞ്ഞ ആയത്തുകൾ 205-ാമത്തെ ആയത്തില് ഇദാ തവല്ല സഅ ഫിൽ അർദി ലിയുഫ്സിദ ഫീഹ, അതിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. തവല്ലക്ക് രണ്ട് മീനിങ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് തിരിഞ്ഞു കളയുക, രണ്ട് അധികാരം കയ്യിൽ കിട്ടുക. രണ്ട് മീനിങ്ങുകളും രണ്ടർത്ഥങ്ങളും ശരിയുമാണ്, രണ്ടും വാലിഡുമാണ്. അപ്പൊ രണ്ടർത്ഥത്തിലേക്കും കൂടെ നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് തന്നെ അവിടെ വികസിക്കുകയാണ് അല്ലെ. ആ വ്യാപ്തി തന്നെ അവിടെ വികസിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ആഴത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഖുർആനെ കുറിച്ച് കിട്ടുകയാണ്. അപ്പം എല്ലാ ഡിഫറൻസസും മോശമല്ല, അത് മനസ്സിലാക്കി വെക്കുക. പക്ഷേ
ചില ഡിഫറൻസസ്, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നമാണ്. അത്തരത്തിലുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, വമഖ്തലഫു ഫീ, അവര് ഭിന്നിച്ചിട്ടില്ല ഈ ഗ്രന്ഥത്തെക്കുറിച്ച്, അതായത് ദീനിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തെക്കുറിച്ച്, ഇല്ലല്ലദീന ഊത്തുഹു, ഗ്രന്ഥം നൽകപ്പെട്ടവരല്ലാതെ. ഊത്തുഹു ഹംസ ത യ. അപ്പം ഗ്രന്ഥം നൽകപ്പെട്ടവര് മാത്രമാണ് എന്ത്, ഗ്രന്ഥത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ളവര്. മിംബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന, അതും അവരിലേക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ വന്നതിന് ശേഷം. ബയ്യിനാത്ത്, ബയ്യിനാത്ത് ബയ്യിനയുടെ പ്ലൂറൽ അല്ലെ. അവരിലേക്ക് കൃത്യമായിട്ടുള്ള ഹക്ക് വന്നതിന് ശേഷം ആണ് അവരെന്ത്, അഭിപ്രായ വ്യത്യാസത്തിലായത്. എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവര് അഭിപ്രായ വ്യത്യാസത്തിലായത്. എന്തുകൊണ്ടാ, എന്താ അതിന്റെ കാരണം? ബഗ്യൻ ബൈനഹും, അവരുടെ ഇടയിലുള്ള റെബലിയൻ, സ്പർദ്ധ, അസൂയ, ശത്രുത, വിരോധം. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ജൂതന്മാരുടെ കാര്യം അല്ലെ. അവർ ഏത് ഗ്രന്ഥത്തിലാണ് വിശ്വസിച്ചത്? തൗറാത്തില്. അള്ളാഹു സുബ്ഹാനഹു തആല അവരിലേക്ക് തൗറാത്ത് ഇറക്കി, ഒരു തൗറാത്തിലെ ആൾക്കാരായി അല്ലെ. ഈസാ അലൈഹി ഇസ്ലാം, അള്ളാഹു സുബ്ഹാനഹു തആല ഈസാ അലൈഹി ഇസ്ലാമിനെ അവരിലേക്ക് ഇറക്കി. ഈസാ അലൈഹി ഇസ്ലാം വ്യക്തമായ തെളിവുകളും കൊണ്ടാണ് വന്നത്. അവർക്ക് ക്ലിയർ ആയിരുന്നു ഈസാ അലൈഹി ഇസ്ലാം ഒരു പ്രവാചകനാണെന്ന് അല്ലെ, ഒരു സംശയവും ഇല്ല. കാരണം ഒരു തൊട്ടിൽ നിന്ന് ഒരു കുട്ടി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നോർമൽ മനുഷ്യന്മാർക്ക് സംഭവിക്കുന്ന കാര്യമാണോ? അല്ല അല്ലെ. അത് അള്ളാഹു അയച്ച ഒരു അത്ഭുതം തന്നെയാണ്, മുഅ്ജിസത്ത് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു പക്ഷീനെ ഒരു ക്ലേ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ജീവൻ ഊതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. അപ്പം ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യന് ഇദ്ദേഹം ഒരു പ്രവാചകനാണെന്ന് വിശ്വസിക്കാവുന്ന എല്ലാ രീതിയിലുള്ള വ്യക്തമായ തെളിവുകളും കൊണ്ട് ഈസാ അലൈഹിസ്സലാം വന്നിട്ടുണ്ട് അല്ലെ. ആ ഹക്ക് അവർക്ക് ക്ലിയർ ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഈസാ അലൈഹി ഇസ്ലാമിനെ എല്ലാവരും സ്വീകരിച്ചോ? ഇല്ല. എല്ലാവരും അദ്ദേഹത്തിൽ വിശ്വസിച്ചോ? ഇല്ല. കുറച്ചു പേര്, വളരെ കുറച്ചു പേര് അല്ലെ. പക്ഷെ മെജോറിറ്റി ആളുകളും അദ്ദേഹത്തെ റിജക്ട് ചെയ്തു. എന്താ കാരണം? അദ്ദേഹം പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞത് സ്വീകരിക്കാൻ അവർ മനസ്സുകൊണ്ട് തയ്യാറായിരുന്നില്ല, അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം സെയിം ബുക്ക് അല്ലെ, ഒരേ ബുക്ക് വന്ന ആളുകള്, തൗറാത്തിന്റെ ആളുകള് അങ്ങനെ രണ്ടായി. ഒരു കൂട്ടര്, വളരെ കുറച്ച് ആൾക്കാർ ഈസാ അലൈഹി ഇസ്ലാമിനെ സ്വീകരിച്ചു, ബാക്കി മെജോറിറ്റി ആൾക്കാരും അദ്ദേഹത്തിനെ റിജക്ട് ചെയ്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാണെന്നുള്ള ഹക്കായിട്ട് തെളിവ് ഉറപ്പായിരുന്നില്ലേ അല്ലെ? അത് സത്യമായിരുന്നില്ലേ? അത്രയും ക്ലിയർ ആയിരുന്നില്ലേ? അത് ക്ലിയർ അല്ലായിരുന്നുണ്ടെങ്കിൽ അബ്ദുല്ലാഹിബ്നു സലാം അദ്ദേഹം സ്വീകരിക്കില്ലായിരുന്നു, സൽമാൻ അൽ ഫാരിസി സ്വീകരിക്കില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇവരൊക്കെ ദീൻ സ്വീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നബിയാണെന്നുള്ള ക്ലിയർ സൈൻ ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് അല്ലെ. അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു തആല അയച്ച പ്രവാചകനാണെന്നുള്ള ക്ലിയർ തെളിവുള്ളത് കൊണ്ടാണ് അവരൊക്കെ സ്വീകരിച്ചത്. എന്നിട്ടും ആ ജൂതന്മാരെ സ്വീകരിച്ചോ? ക്രിസ്ത്യാനികൾ സ്വീകരിച്ചോ? ഇല്ല. എന്തായിരുന്നു അവരുടെ പ്രശ്നം അപ്പൊ സ്വീകരിക്കാതിരിക്കാൻ? നബി അവരിൽ നിന്നായിരുന്നില്ല, അവൻ ഒരു അറബിയായിരുന്നു, അവൻ നിരക്ഷരനായിരുന്നു, അവൻ ഇസ്രയേലി ആയിരുന്നില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്നില്ല. അപ്പം എത്ര ഗ്രൂപ്പായി? ജൂതന്മാർ വേറെ, ക്രിസ്ത്യാനികൾ വേറെ, മുസ്ലിങ്ങൾ വേറെ. എല്ലാവരും ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എല്ലാവരും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരാണ്, എല്ലാവരും മൂസ അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരാണ്, അതുപോലെ പല പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നവരാണ്. എന്താ റീസൺ ഭിന്നിപ്പിനുള്ള? ബഗ്യൻ ബൈനഹും, വെറുപ്പ്, വിദ്വേഷം, അസൂയ, സ്പർദ്ധ, പക. ഇന്നും മുസ്ലിങ്ങളുടെ ഇടയിൽ അല്ലെ എത്ര 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 വിഭാഗങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ഒരേ ബുക്ക് ഫോളോ ചെയ്യുന്ന, സുബ്ഹാനല്ലാഹ് അല്ലെ, ഒരേ ഖുർആൻ ഫോളോ ചെയ്യുന്ന, ഒരേ നബിയെ ഫോളോ ചെയ്യുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പ്രശ്നം? ഞങ്ങളുടെ ഇമാം, ഞങ്ങളുടെ പണ്ഡിതൻ, ഞങ്ങളുടെ മദ്ഹബ്, ഞങ്ങളുടെ ഗ്രൂപ്പ്, ഞങ്ങളുടെ സംഘടന, ഞങ്ങളുടെ ടീച്ചർ, ഞങ്ങളെ മസ്ജിദ്, അവരിന്നതാ പറയുന്നത്. ഖുർആനിൽ ഇപ്പൊ നിങ്ങൾ എവിഡൻസ് ഉണ്ടെന്നൊന്നും പറഞ്ഞെന്ന് വെച്ചിട്ട് കാര്യമില്ല അല്ലെ. ഖുർആനിൽ ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ മദ്ഹബ് ഇതാ പറയുന്നത്, ഞങ്ങളുടെ സംഘടന ഇതാ പറയുന്നത്, അതുകൊണ്ട് സ്വീകരിക്കൂല.
സംഘടന അല്ലേ? സുബ്ഹാനല്ലാഹ്. എന്താ പ്രോബ്ലം? ഇതന്നെയല്ലേ യഹൂദന്മാരും പറഞ്ഞത്, ഞങ്ങളുടെ ഇടയിൽ നിന്നുള്ള ആളല്ല, അതുകൊണ്ട് സ്വീകരിക്കൂല. ഹക്കായിരുന്നു അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്ന് പകല് പോലെ തെളിവായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ നിന്നുള്ളതല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കൂല. അപ്പൊ നിങ്ങൾ ഖുർആനിലെ തെളിവ് കൊണ്ട് വന്നാലും ഇത് ഞങ്ങളുടെ സംഘടന പറയാത്തത് കൊണ്ട് ഞങ്ങൾ അത് എടുക്കൂല. ബഗയൻ ബൈനഹും. സുബ്ഹാനല്ലാഹ്. നമ്മൾ കുറച്ചു മുമ്പേ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങളിലേക്ക് സത്യം വരുമ്പം ആ സത്യം നിങ്ങൾക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ, ഓക്കെ, ഈ സത്യം ക്ലിയർ ആണോ എന്ന് നിങ്ങളുടെ ഹൃദയത്തിനാണ് മനസ്സിലാവുക. നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിലായി കഴിഞ്ഞാൽ അത് അള്ളാഹ്ക്ക് മനസ്സിലാവും. നിങ്ങൾ പുറത്തേക്ക് അതിനെ എങ്ങനെയൊക്കെ വളച്ചൊടിച്ചത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ മുമ്പിൽ ഖുർആനിന്റെ ഒരു തെളിവിന്റെ സത്യം നിങ്ങളുടെ മുമ്പിൽ നിരത്തി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹൃദയത്തിന് മനസ്സിലായി എന്ന് മനസ്സിലാവുന്നത് നിങ്ങളുടെ റബ്ബിനും നിങ്ങൾക്കും മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. ബഗയൻ ബൈനഹും ഉള്ളത് കൊണ്ട് നിങ്ങൾ അതിനെ ഏതൊക്കെ രീതിയിൽ പുറത്തേക്ക് കാണിക്കാൻ ശ്രമിച്ചാലും, ഓക്കെ. അപ്പം നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചത് എന്താ? നമ്മൾ സത്യം എത്തിക്കഴിഞ്ഞാൽ, സത്യം ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ തെറ്റാണെങ്കിൽ എന്തെന്നെ ആണെങ്കിലും നമ്മൾ തിരുത്തണം അല്ലെ? എത്ര കൈപ്പേറിയ സത്യമാണെങ്കിലും നമ്മൾ തിരുത്തണം. ആരാണ് തിരുത്താത്തവര്? അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഫഹസ്ബുഹു ജഹന്നം. ആർക്കാണോ നരകം മതിയായിട്ടുള്ളവര് അവര് തിരുത്തൂല. ഫഹസ്ബുഹു ജഹന്നം. അവർക്ക് നരകം മതി എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഒരു വിഭാഗക്കാരെ കുറിച്ച് അല്ലേ? ആ നരകം മതിയായിട്ടുള്ളവർ അവര് തിരുത്തൂല. എന്താണ് അവരെ കുറിച്ച് പറഞ്ഞത്? വഇദാ ഖീല ലഹു ഇത്തഖില്ലാഹ്. അവരോട് ഇത്തഖില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഈഗോ അല്ലെ? അഖദത്ഹുൽ ഇസ്സതു ബിൽ ഇസ്ം. അവരുടെ ഈഗോ അവരെ തിന്മ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. അവരുടെ ഈഗോ അവരെ ഈ ശരി സ്വീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം ബഗയൻ ബൈനഹും, അതാണ് ഈ ലോകം മുഴുവനും ഇതുപോലെ വിഭാഗങ്ങളുടെ മേലെ വിഭാഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. സത്യം വന്നാല് സ്വീകരിക്കാൻ പറ്റാത്തത് അല്ലെ? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സത്യം വന്നു കഴിഞ്ഞാല് മനസ്സിലുള്ള ആ ഒരു ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോടുള്ള, അല്ലെങ്കിൽ എന്റെ ഗ്രൂപ്പ് മാത്രം ശരിയാണെന്നുള്ള ആ ഒരു ചിന്ത കൊണ്ടുള്ള ആ സ്പർദ്ധ കാരണം വളരെ സീരിയസ് ആണ്. ഉണ്ടെങ്കിൽ പറിച്ചു കളയണം. നമ്മള് വിശാലമായ ഒരു മനസ്സുണ്ടായേ മതിയാവും. ഹക്കാണോ എന്ന് തെളിവുകൾ വെച്ച് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് ആര് പറഞ്ഞു കഴിഞ്ഞാലും സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ആർക്കെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ പറ്റുമായിരുന്നോ? അല്ലെ? അവർക്ക് തീരെ പ്രതീക്ഷിക്കാതെ പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയാ, അറിവ് പോലും ഇല്ലാത്ത, അക്ഷരം പോലും വായിക്കാൻ അറിയാത്ത ഒരു വ്യക്തിയാണ് അവിടെ ഹക്കും കൊണ്ട് വന്നിട്ടുള്ളത്. പക്ഷെ അവിടെ ഹക്കിനാണ് ഇമ്പോർട്ടൻസ്, ആര് പറഞ്ഞു എന്നുള്ളതിനായിരുന്നില്ല അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളുടെ മുമ്പിൽ തെളിവുകളുമായിട്ട്, ഖുർആനും സുന്നത്തുമായിട്ട് എന്തൊരു കാര്യം തെളിവുകളായിട്ട് വന്നു കഴിഞ്ഞാൽ സ്വീകരിച്ചോളാം. അത് സ്വീകരിക്കാനുള്ള മനസ്സ് ഉണ്ടാവുക. അല്ലെങ്കിൽ മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞ ബഗയാണ്, സ്പർദ്ധയാണ് ഉള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു മനസ്സ് വിശാലമാക്കി വെക്കുക. ഇനി ആരെങ്കിലും നമ്മളെ എതിർക്കാൻ വന്നാൽ പോലും, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നാൽ പോലും, ഓക്കെ, നമ്മൾ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വന്നാൽ പോലും അവരോട് മനസ്സിന്റെ ഉള്ളിൽ സിമ്പതി ഉണ്ടായിരിക്കുക. അവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക. ആരാണെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും, നമ്മളായിക്കോട്ടെ അവരായിക്കോട്ടെ, അവൻ അശാക്കിറാണ് അല്ലെ? അവൻ ഓരോ അണുമണി തൂക്കം ചെയ്യുന്ന പ്രവൃത്തിനെ വിലമതിക്കുന്നവനാണ്. അത് അവരുടെയും അവൻ വിലമതിക്കും, നമ്മളുടെയും വിലമതിക്കും. ആരുടേതും കുറച്ച് കാണണ്ട. ആര് ചെയ്യുന്ന പ്രവൃത്തിക്കും റിസൾട്ടും അവനാ കൊടുക്കുന്നത്. അവർ ചെയ്യുന്ന പ്രവൃത്തിക്കും കൊടുക്കാം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കും തരാം. ഓക്കെ. അപ്പോൾ നമ്മളെ ഒരാളെ എതിർക്കാൻ വന്നാൽ പോലും നമ്മളുടെ മനസ്സിൽ ആ ബഗയ് ഉണ്ടാവണ്ട. ഓക്കെ. ആർക്കെതിരെയും ഒരു പ്രൊപ്പഗാൻഡയും നമുക്ക് വേണ്ട. ആർക്കെതിരെയും നിങ്ങൾ ഒരുപാട് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള വാട്സപ്പിലൊക്കെ ഇതുപോലെയുള്ള പോസ്റ്റുകൾ ഇഷ്ടം പോലെ വരും, പലരെയും പരിഹസിച്ചുകൊണ്ട്. ഇനി നമ്മളിനി എത്ര റോങ് ആണെന്ന് വിചാരിക്കുന്ന ഗ്രൂപ്പുകാരായിക്കോട്ടെ, എത്ര റോങ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന ഗ്രൂപ്പുകാരായിക്കോട്ടെ, ആരെക്കുറിച്ചും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാര്യവും നമ്മളുടെ കയ്യിൽ നിന്ന് പോണ്ട. ആരെയും പരിഹസിച്ചുകൊണ്ട്, ആരുടെയും തെറ്റുകളെ എടുത്ത് കാണിച്ചുകൊണ്ട്, ആ തെറ്റുകളെ എടുത്ത് കാണിച്ചുകൊണ്ട് അയക്കുന്ന നേരം കൊണ്ട് നിങ്ങൾ 4 ശരികൾ സ്പ്രെഡ് ചെയ്തോ. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പം ഈ ബഗയ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ എന്താ സംഭവിച്ചത് പിന്നീട്? ഫഹദല്ലാഹ്, അള്ളാഹു അവരെ
എന്താണ് ഗൈഡ് ചെയ്തു, ഹിദായത്തിലാക്കി. ആരെ? അല്ലദീന ആമനു, വിശ്വസിച്ചവരെ. ലിമ, യാതൊന്നിലേക്ക്, ഇഖ്തലഫു ഫീ, അവര് എന്തിനെ കുറിച്ചാണെന്നോ ഭിന്നിച്ചിരുന്നത്, മിനൽ ഹഖ്, സത്യത്തിൽ നിന്ന്, ബി ഇദ്നിഹി, അവന്റെ സമ്മതത്തോടുകൂടി. അപ്പം അങ്ങനെ ഡിഫറൻസസ് ഉണ്ടായി അല്ലെ. അള്ളാഹു പറയാണ് ഒരു ജനതയായിരുന്നു, പിന്നീട് ഡിഫറൻസസ് ഉണ്ടായി അല്ലെ. സുബ്ഹാനല്ലാഹ്. ഡിഫറൻസസിന്റെ കാരണം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഭിന്നിപ്പിന്റെ കാരണം ഇന്നതാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഭിന്നിപ്പുകളുടെ ഇടയിൽ നിന്നൊക്കെ അള്ളാഹു എന്താണ്, വിശ്വസിച്ചവരെ അള്ളാഹു ഹിദായത്തിലേക്കാക്കി. എന്തിലേക്ക്? സത്യത്തിലേക്ക് അല്ലെ. അള്ളാഹു വഴി കാണിച്ചു കൊടുത്തു സത്യത്തിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ചുറ്റുപാടും ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് അല്ലെ, ഒരുപാട് പ്രശ്നങ്ങളാണ്. ദൈവം ഉണ്ടോ? ആരാണ് ശരിക്കുള്ള ദൈവം? ഇനി ഉണ്ടെങ്കിൽ തന്നെ മൂപ്പരെന്താ ചെയ്യുന്നത്? മൂപ്പരെന്തുകൊണ്ടാ അതിങ്ങനെ ചെയ്യുന്നത് അല്ലേ? നമ്മൾ ആരെ ഇബാദത്ത് ചെയ്യേണ്ടത്? ഇനിയിപ്പോ ഇബാദത്ത് ചെയ്യണം എന്നുള്ള കാര്യം സ്വീകരിച്ച ആൾക്കാരാണെങ്കിൽ എങ്ങനെ ചെയ്യണം? ഇനി എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാക്കിയവരാണെങ്കിൽ കൈ ഇങ്ങനെ കെട്ടണോ, കാല അങ്ങനെ വെക്കണോ അല്ലെ? ആരുടെ കൂടെ നിസ്കരിക്കണം, അല്ലെങ്കിൽ ആ നോമ്പ് അത്ര എണ്ണം എടുക്കണോ, ഇത് ഇത്ര എണ്ണം എടുക്കണോ? അങ്ങനെ അങ്ങനെ ദീനിന്റെ എല്ലാ ലെവലുകളിലും ഡിഫറൻസസ് ഉണ്ട് അല്ലേ. ഓരോരോരോ കുഞ്ഞി പോയിന്റിലും ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഈ ഡിഫറൻസിന്റെയും ഈ കൺഫ്യൂഷന്റെയും ഒക്കെ നടുവിലും അള്ളാഹു സുബ്ഹാനഹു തആല കുറച്ച് ആളുകളെ ഹക്കിലേക്ക് വഴി കാണിച്ചിട്ടുണ്ട്. എങ്ങനെ? ബി ഇദ്നിഹി, അവന്റെ പെർമിഷനോട് കൂടി കുറച്ച് ആൾക്കാരെ അള്ളാഹു സുബ്ഹാനഹു തആല ഹിദായത്തിലാക്കിയിട്ടുണ്ട്, അവന്റെ തൗഫീഖ് കൊടുത്തിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇത്രയും കൺഫ്യൂഷന്റെ ഇടക്കും ഇത്രയും കാസ് നടക്കുന്നതിനിടക്കും അള്ളാഹു ആളുകളെ ഹിദായത്തിലാക്കുന്നത്? ആളുകൾക്ക് അവർക്ക് തന്നെ ഹക്ക് വേണമെന്നുണ്ടെങ്കിൽ അവര് ഹക്ക് അന്വേഷിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ ഹക്കിലേക്ക് എത്തിക്കും. അവരെത്ര അവിശ്വാസത്തിന്റെ ഡാർക്ക്നെസ്, ഇരുട്ടിലാണെങ്കിലും, സുബ്ഹാനല്ലാഹ്, എത്ര വിശ്വാസത്തിന്റെ ഇരുട്ടിലാണെങ്കിലും. ശരിക്കും സൽമാൻ അൽ ഫാരിസിന്റെ കഥ നമ്മൾ പല പല സിറ്റുവേഷൻസിലും മൂപ്പരുടെ ആ ഒരു സ്റ്റോറി എടുത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം എവിടെയായിരുന്നു? അദ്ദേഹം എവിടെയാണ് എത്തിയത് അല്ലെ? പേർഷ്യയില് അഗ്നി ആരാധകനായിരുന്ന സൽമാൻ അൽ ഫാരിസി, അദ്ദേഹത്തിന്റെ പിതാവ് അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ ആ ഒരു വഴി കൈവിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പുറം ലോകത്തെ പോലും കാണിക്കാതെ അദ്ദേഹത്തിന് വീട്ടിൽ തന്നെ വെച്ച് അതൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന, ഒരു ദിവസം ഒന്ന് പുറത്തു പോയതാ മൂപ്പര്. സുബ്ഹാനല്ലാഹ് അല്ലെ. ഒരു കൂട്ടം ക്രിസ്ത്യാനികളെ കാണുകയും അവരുടെ കൂടെ കൂടുകയും അവരിൽ നിന്ന് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പോയി പോയി ഹക്ക് അന്വേഷിച്ചതാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒടുക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി മദീനയിലെത്തുന്നതും അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുന്നതും. ഏത് ഇരുട്ടിലായിരുന്നു, എന്തൊരു കൺഫ്യൂഷനിലായിരുന്നു, ഏതൊക്കെ കൺഫ്യൂഷനിലൂടെയാണ് വന്നത്, അള്ളാഹു സുബ്ഹാനഹു തആല ഹക്കിലേക്ക് കൊണ്ടുവന്നു. എന്തൊരു വലിയ യാത്രയാണല്ലേ. സുബ്ഹാനല്ലാഹ്. എന്തൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള യാത്രയാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് വലിയൊരു ലെസൺ ഉണ്ട് ഇതിനകത്ത് അല്ലെ. നമുക്ക് ഹക്ക് വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് സത്യം അറിയണമെന്നുണ്ടെങ്കിൽ, എന്താ ശരിയെന്ന് നമുക്ക് അറിയണം, ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരിലേക്കാണ് നമ്മൾ തിരിയേണ്ടത്? അള്ളാഹുവിലേക്ക്. ആരിൽ നിന്നാണ് നമ്മൾ ഹിദായത്ത് തേടേണ്ടത്? അള്ളാഹുവിലേക്ക്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അത് എന്തൊരു കുഞ്ഞു കാര്യം. ഒരു എന്താ പറയാ, നമ്മൾ ഹിദായത്ത് എന്ന് പറയുമ്പോൾ ഓ ദീനിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അത് ഹിദായത്തായി എന്നല്ല. നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യത്തിനും അള്ളാഹിന്റെ ഹിദായത്ത് വേണം അല്ലെ. ഓരോ നമ്മളൊക്കെ പലപ്പോഴും പല ഫത്വകളും പല പല കാര്യങ്ങളും അധ്യാപകരോടും മറ്റുള്ളവരോടും ഒക്കെ ചോദിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ചോദിക്കുന്നത് റബ്ബിനോട് ചോദിക്ക്. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, ഫൈനൈറ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. നമ്മളുടെ കഴിവിന് പരിമിതികളുണ്ട്, നമ്മളുടെ അറിവിന് പരിമിതികളുണ്ട്, നമ്മൾക്കൊക്കെ തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ ഓരോ ചോദ്യങ്ങളും റബ്ബിലേക്കാകുമ്പോൾ സുബ്ഹാനല്ലാഹ് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടുന്ന വരുന്ന വഴികൾ. സുബ്ഹാനല്ലാഹ്. ഞാൻ പേഴ്സണലി ചോദ്യങ്ങൾ ഒരുപാട് മറ്റുള്ളവരോട് ചോദിക്കാത്ത ഒരാളാണ്. പക്ഷെ അൽഹംദുലില്ലാഹ് അള്ളാഹു സുബ്ഹാനഹു തആല ഉത്തരം തരുന്ന അതിന്റെ ആ ഒരു ഭംഗിയുണ്ടല്ലോ, ഒരു മനുഷ്യൻ തന്നാലും ആവൂല. അത് മനുഷ്യരിലൂടെ തന്നെ അള്ള എത്തിക്കുള്ളൂ കേട്ടോ, അത് വേറെ കാര്യം. മനുഷ്യരിലൂടെ തന്നെ നമുക്ക് ഉത്തരങ്ങൾ കിട്ടുക. പക്ഷെ നമ്മൾ അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഹക്ക് തേടിക്കഴിഞ്ഞാൽ അത് എന്ത് കുഞ്ഞു കാര്യത്തിനാണെങ്കിലും നമ്മൾ ഹക്ക് തേടിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എത്തിച്ചു തരും. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു തആല കൈവിടൂല. അള്ളാഹു അവരെ ഹക്കിലേക്ക് നയിക്കുകയും ചെയ്യും. സൂറത്തു തഗാബുനില് 11-ാമത്തെ ആയത്തില് വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവൻ ആരോ
അവന്റെ മനസ്സിലെ അവൻ നേർവഴിയിലാക്കുന്നു. അവൻ ആ ഹിദായത്ത് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. സത്യത്തിലേക്ക് അവൻ എത്തിക്കുക തന്നെ ചെയ്യും. അവരെ ഇരുട്ടിലാക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ കാണാറുണ്ട് അല്ലേ, നമ്മുടെ ചുറ്റുപാടും പലരും എന്തെങ്കിലും ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ അതിനകത്ത് സ്റ്റക്കായിട്ട് നിൽക്കുന്ന നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ ചുറ്റുപാടും പല പ്രസ്ഥാനങ്ങൾ പോലും ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ചും അതിന്റെ ഡിസ്കഷനെ കുറിച്ചും അതിനെക്കുറിച്ച് ചുറ്റിപ്പറ്റി ഡിസ്കസ് ചെയ്ത് അല്ലേ, അതിനെക്കുറിച്ച് ഡിബേറ്റ് നടത്തി വ്യത്യസ്ത ആളുകളെടുത്ത് ചോദിച്ച് വ്യത്യസ്ത ആളുകളെ എക്സ്പോസ് ചെയ്ത് സുബ്ഹാനല്ലാഹ് അവരുടെ പോയിന്റ് റൈറ്റ് ആണെന്ന് തെളിയിക്കുന്ന പല പല കാര്യങ്ങളും നമ്മൾ ചുറ്റുപാടും നമ്മൾ കാണുന്നുണ്ട്. അവർ ഈ കാര്യം എന്ത് കാര്യമാണെങ്കിലും അവർ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് തോന്നും ആ ഒരു കാര്യം മാത്രമാണ് ദീൻ എന്നല്ലേ. ദീനിൽ വേറെ 10,000-കണക്കിന് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. പക്ഷെ അങ്ങനെ നടക്കുമ്പോഴും അതിന്റെ ചുറ്റുപാടും പലരും ഹക്ക് വേണ്ടവർ ഹക്ക് അന്വേഷിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹിദായത്ത് അവർ ഇതും കടന്ന് അവർ വേറെ പല കാര്യങ്ങളും പഠിച്ചും മനസ്സിലാക്കിയും പ്രാവർത്തികമാക്കിയും സമാധാനമായിട്ട് മുന്നോട്ട് പോകുന്നത് വേറെ ഉണ്ടാവും. എന്നാൽ ഈ സ്റ്റക്കായിട്ടുള്ള ആൾക്കാർ ബഗയുള്ളത് കൊണ്ട് അവരവിടെ സ്റ്റക്കായിട്ട് തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും അല്ലെ. മറ്റേ കൂട്ടർ സമാധാനമായിട്ട് പഠിച്ചും മനസ്സിലാക്കിയും പ്രാക്ടീസ് ചെയ്തും അടുത്തടുത്ത ലെവലുകൾ അങ്ങനെ താണ്ടി പോകുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഇതിന്റെ ഏറ്റവും ഫൺ പാർട്ട് എന്താന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിൽ സ്റ്റക്കായി നിൽക്കുമ്പോൾ അവരുടെ വിചാരം ബാക്കി ദീനിലുള്ള എല്ലാ പോയിന്റ്സ് അവരങ്ങ് കവർ ചെയ്ത് കഴിഞ്ഞു, ഇത് മാത്രമേ എനിക്ക് ക്ലിയർ ആക്കാനുള്ളൂ എന്നല്ലേ. സുബ്ഹാനല്ലാഹ്. ഹക്കാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിനുള്ള മറുപടി തരുകയും ചെയ്യും, നമുക്ക് മുന്നോട്ട് പോവാനും പറ്റും. പക്ഷെ നമ്മുടെ മനസ്സിൽ ബഗയാണുള്ളതെങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്ക് തന്നെ ആയിരിക്കും, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. കാരണം അള്ളാഹു നമുക്ക് ഹിദായത്ത് തരാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പം വല്ലാഹു യഹ്ദീ മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നു. ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ പാതയിലേക്ക്. സുബ്ഹാനല്ലാഹ്. ഭയങ്കര ക്ലിയർ ആണല്ലേ ഇതിനകത്ത്. ഒരു നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ക്ലിയർ ആണ്. ശരിക്കും നമ്മളുടെ മക്കളൊക്കെ ഒരു പക്ഷേ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലെ, ഇത്രയും സംഘടനകളും ഇത്രയും വിഭാഗങ്ങളും ഒക്കെ ഉണ്ട്, നമ്മൾ എവിടെ ചെന്നിട്ട് ദീൻ പഠിക്കണ്ടേ, ആരുടെ അടുത്തുനിന്ന് ഇൽമ എടുക്കണ്ടേ? സിമ്പിളാണ്. നിങ്ങൾ അള്ളാന്റെ അടുത്ത് ചോദിക്ക്, ഹക്ക് അള്ളാന്റെ അടുത്ത് അന്വേഷിക്ക്, അള്ളാഹ് തരും. സിമ്പിളാണ്. ഓരോരുത്തരും ഹക്ക് അള്ളാഹുലേക്ക് അന്വേഷിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ പഠിക്കേണ്ടത് അവിടേക്ക് അള്ളാഹു നമ്മളെ എത്തിച്ചോളും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഹക്ക് അന്വേഷിക്കുന്ന മനസ്സായിരിക്കണം. അല്ലാതെ ഞാൻ ഈ ഗ്രൂപ്പിലാണ്, ഈ ഗ്രൂപ്പ് പറയുന്നത് മാത്രമാണ് ശരി, മറ്റുള്ളവരൊക്കെ ഈ ഗ്രൂപ്പ് പറയുന്നതിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അവരൊക്കെ തെറ്റാണെന്ന് മുദ്ര കുത്തുന്ന തിരക്കിലാണെങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്കായിരിക്കും. നമുക്ക് ഹക്കും കിട്ടൂല, നമുക്ക് മുന്നോട്ട് പോവാനും പറ്റൂല. സുബ്ഹാനല്ലാഹ് അല്ലേ. അപ്പം ഈ ഒരു ആയത്തിന്റെ ചുരുക്കം എന്ന് പറയുന്നത്, തുടക്കത്തില് മനുഷ്യന്മാരെല്ലാവരും ഹിദായത്തിലായിരുന്നു അല്ലെ, എല്ലാവരും ഹിദായത്തിലായിരുന്നു. പിന്നീട് ആളുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ മെല്ലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി തുടങ്ങി. അപ്പം സത്യം മെല്ലെ കൺഫ്യൂഷൻ ആയി തുടങ്ങി. അള്ളാഹു സുബ്ഹാനഹു തആല നബിമാരെ അയച്ചു, ഗ്രന്ഥങ്ങളെ അയച്ചു അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പിന്നീട് ആളുകൾ ആ ഗ്രന്ഥങ്ങൾ സ്വീകരിച്ചിട്ടും അതിൽ വിശ്വസിച്ചിട്ടും അതിനകത്തും ഡിഫർ ചെയ്യാൻ തുടങ്ങി, അതിനകത്തും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തു, ആളുകളെ, അതായത് ഹക്ക് അന്വേഷിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു തആല, അള്ളാഹുവിന്റെ ഡ്യൂട്ടിയാണ് എപ്പോഴും ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ഹിദായത്ത് അള്ളാഹുവിന്റെ ഡ്യൂട്ടിയാണ്, നമ്മളെ ഡ്യൂട്ടിയല്ല. നമ്മൾ വലിയ സംഭവമാക്കിയിട്ട് ഹിദായത്ത് ആരുടെയും ഏറ്റെടുക്കണ്ട. ഓക്കെ, നമുക്ക് കിട്ടിയ കുഞ്ഞു അറിവുകൾ പകർന്നു കൊടുത്തുകൊണ്ട് പോയാൽ മതി, ഹിദായത്ത് അള്ളാഹു കൊടുത്തോളും. അപ്പം അള്ളാഹു ഏത് കൺഫ്യൂഷനിടയിലും ഏത് പ്രശ്നങ്ങളുടെ ഇടയിലും ഏത് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഉള്ളതിന്റെ ഇടയിലും ഹക്ക് അന്വേഷിക്കുന്നവരെ അള്ളാഹ്ക്കറിയാം, ഹൃദയങ്ങൾ അള്ളാഹ്ക്കറിയാം. അള്ളാഹു അവരെ ഹക്കിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും, അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുത്തുകൊണ്ടേയിരിക്കും അല്ലെ. അപ്പം നമുക്ക് ഹക്ക് വേണോ എന്നുള്ളതാണ് അവിടുത്തെ ഒരേ ഒരു പോയിന്റ്. അപ്പം എന്താണ് ഡിഫറൻസ്? ഒരേ ബുക്കിൽ വിശ്വസിച്ചിട്ടും ആളുകളുടെ ഇടയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള കാരണം, ഗ്രന്ഥം വന്നു കഴിഞ്ഞിട്ടും ഒരേ ഗ്രന്ഥത്തിൽ എല്ലാവരും വിശ്വസിച്ചിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ബഗയ അല്ലെ, അവരുടെ ഇടയിൽ അസൂയ, ശത്രുത, സ്പർദ്ധ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ലെസൺ എന്താന്ന് വെച്ചാൽ,
എന്തൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാലും, എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും, നമുക്ക് ആരൊക്കെ ഉത്തരം തന്നിട്ടും നമുക്കത് തെറ്റാണ് അല്ലെങ്കിൽ അഭിപ്രായം വ്യത്യാസമാണ്, കൺഫ്യൂഷൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാലും നമ്മൾ എങ്ങോട്ടാ മടങ്ങണ്ടേ? റബ്ബിലേക്ക്, അള്ളാന്റെ അടുത്ത് ചോദിക്കല്ലേ. റുദ്ദു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങ. എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും അള്ളാന്റെ അടുത്ത് ചോദിക്കുക, അള്ളാന്റെ ഗ്രന്ഥത്തിലേക്ക് മടങ്ങ. നമുക്കവിടെ സൊല്യൂഷൻ ഉണ്ടാവും. ഇനി നമ്മൾ അതിൽ സൊല്യൂഷൻ കണ്ടെത്തിയാൽ നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ വിട്ടിട്ട് ശരിയെ, ഹക്കിനെ നമ്മൾ സ്വീകരിക്കുക. അപ്പൊ നമ്മുടെ ഈഗോ, നമ്മുടെ നെഫ്സ് നമ്മൾ ഹക്ക് സ്വീകരിക്കുന്നതിന് തടസ്സമാവരുത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഡിഫറൻസ് അല്ലെ, ഈ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ആളുകളുടെ ഇടയിലുള്ള ഭിന്നിപ്പും നമുക്കൊരു ടെസ്റ്റാണ്, ഒരു പരീക്ഷണമാണ്. ഇത് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, നമ്മളുടെ ടെസ്റ്റിന്റെ ഭാഗമാണ്. സൂറത്ത് ഹൂദില് 118-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൗ ശാഅ റബ്ബുക ലജഅലൻ നാസ ഉമ്മതൻ വാഹിദ വലാ യസാലൂന മുഖ്തലിഫീൻ. നിന്റെ നാഥൻ ഇച്ഛിച്ചിരുന്നുവെങ്കിൽ അവൻ മുഴുവൻ മനുഷ്യരെയും ഒറ്റ സമുദായമാക്കുമായിരുന്നു. അള്ളാഹ്ക്ക് അതൊരു പ്രയാസമുള്ള കാര്യമല്ല അല്ലെ. ഒരു ഫുൾ മനുഷ്യ സമുദായത്തിനെയും അള്ളാഹു അങ്ങനെ കൊണ്ടുവന്നതാണ്. അള്ളാഹ്ക്ക് അതൊരു പ്രയാസമുള്ള കാര്യമേ ഇല്ല. എല്ലാരെയും ഒന്നാക്കി ഒരൊറ്റ ഹക്കിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ്ക്ക് യാതൊരു പ്രയാസവും ഇല്ല. പക്ഷേ അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും, അവരെപ്പോഴും സ്പ്ലിറ്റ് ആയിക്കൊണ്ടേയിരിക്കും, ഈ ഡിഫറൻസ് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും ഓരോ വർഷത്തിലും പുതിയ ഒരു ഗ്രൂപ്പും ആ ഗ്രൂപ്പിന് പുതിയൊരു അഭിപ്രായവും പുതിയ പേരും അതും നമ്മൾ കാണുന്നത്. വലാ യസാലൂന മുഖ്തലിഫീൻ ഇല്ലാ മൻ റഹിമ റബ്ബുക വലിദാലിക ഖലഖഹും. നിന്റെ രക്ഷിതാവ് കരുണ ചെയ്തവരൊഴികെ ബാക്കി എല്ലാവരും ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. അതിനു വേണ്ടിയാണ് അവൻ അവരെ സൃഷ്ടിച്ചത്. സുബ്ഹാനല്ലാഹ്. അപ്പം വല്ലാഹു യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹു അത്തരത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ഹക്ക് തേടുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വേറെ ഒരു നീയത്തും വേറെ ഒരു ഉദ്ദേശവും വെച്ചിട്ട് ദീൻ പഠിക്കാൻ ഇറങ്ങാതിരിക്കുക. വേറെ ഒന്നിന്റെയും എന്താ പറയാ ഏതെങ്കിലും ലേബലുകളുടെ പിന്നാലെ പോവാതെ ഹക്ക് എന്താണോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ എന്ത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും എന്ത് പ്രവർത്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഖുർആനും ഹദീസും സമർത്ഥിക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന് കീഴൊതുങ്ങാനും അത് സ്വീകരിക്കാനും നമ്മുടെ വഴികൾ തിരുത്താനുമുള്ള ആ ഒരു മനസ്സ് റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.